ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ നമ്മുടെ അപ്പുവും ഹരിയും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അമരാവതിയിൽ പെട്ട് നിൽക്കുക. അപ്പുവിൻ്റെ കാര്യം അത്രത്തോളം പറയാൻ പറ്റത്തില്ല, എങ്കിലും നമ്മുടെ ഹരി പാവത്തിന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥ. തമ്പിയുടെ ഭാര്യയും അതുപോലെ തന്നെ ദേ കൂട്ടുകാരനും എല്ലാവരും കൂടെ ചേർന്ന് ഹരിയെ ശരിക്കും പറഞ്ഞാൽ വരിഞ്ഞ് മുറുക്കിയിട്ടിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനങ്ങാൻ വിടാതെ. പാവം ഹരിക്കാണെങ്കിൽ ഇതിനൊന്നും പ്രതികരിക്കാനും പറ്റുന്നില്ല. എന്ത് പറഞ്ഞാലും ഡാഡിയുടെ ആഗ്രഹമല്ലേ ഹരി, ഡാഡിയുടെ മമ്മിയുടെ ആഗ്രഹമല്ലേ ഹരി എന്നും പറഞ്ഞുകൊണ്ട് അപ്പം പിന്നെ പൂർത്തിയായില്ലേ, ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പാവം പെട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് അവിടെ കേക്ക് മുറിക്കാനായിട്ട് ഇങ്ങനെ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹരിയും. അപ്പോൾ അപ്പുവിനും അങ്ങോട്ട് സാന്ത്വനത്തിലേക്ക് പോകണം എന്നുണ്ട്, പക്ഷേ ഇവർ വിടാതെ പോക്ക് നടക്കുകയല്ലോ. അപ്പോൾ അപ്പു ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് കേക്ക് മുറിക്കാം. അപ്പോഴേക്കും അപ്പച്ചി വരുന്നു. അതുകൊണ്ട് അപ്പച്ചി വന്നു കഴിഞ്ഞിട്ട് എന്നാന്ന് വെച്ചാൽ ചെയ്താൽ പോരെ, കേക്ക് മുറിച്ചാൽ പോരെ എന്നൊക്കെയാണ് തമ്പി പറയുന്നത്. അപ്പോൾ രാജേശ്വരി മേഡം വരുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളിനിയിപ്പോൾ മാറ്റി കാണിക്കുന്നത് മോശമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരൻ്റെ വക അതങ്ങനെ. അപ്പോൾ പിന്നെ പാവ ഹരിക്ക് പിന്നെ ഒന്നും മിണ്ടാൻ പറ്റാണ്ടായിപ്പോയി. ഈ സമയത്ത് നമ്മുടെ ഹരി പതുക്കെ അപ്പുവിനോട് പറഞ്ഞു, ആര് വന്നാലും പോയാലും ഇതിൻ്റെ ആ ഒരു സമയം കഴിയുമ്പോഴേ ഞാൻ എൻ്റെ പാട് നോക്കി ഞാൻ പോകും കൊച്ചിനെയും കൂട്ടിക്കൊണ്ട്. എന്തായാലും എനിക്ക് വൈകുന്നേരം വീട്ടിലെത്തിയേ പറ്റൂ. നീ എന്തിനാ ഹരി ഇങ്ങനെ ചൂടാവുന്നേ? അതെനിക്കും അറിയാവുന്ന കാര്യമല്ലേ, ഞാനും വരുമല്ലോ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് അപ്പു. നിൻ്റെ മട്ടും മാതിരിയൊന്നും കണ്ടട്ടെ, നീ വരുമെന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല അപ്പു എന്ന് പറഞ്ഞു. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അന്നേരത്തേക്കും അപ്പു ചോദിച്ചു. അല്ല, ഇവിടെ കാണിച്ചു കൂട്ടുന്ന ഓരോ നാടകങ്ങൾ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് പാടില്ല എന്ന് പറഞ്ഞു. സാരമില്ല അപ്പോ, സാരമില്ല ഹരി, ഈ ഒരു തവണത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കുന്നു പറഞ്ഞു. അപ്പോൾ വീണ്ടും ഹരിയെ കൊണ്ട് ക്ഷമിപ്പിക്കുക. അങ്ങനെ ഹരിയുടെ കാര്യം ഏറ്റോളണമെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ കൂട്ടുകാരനോട് പറഞ്ഞേൽപ്പിക്കുകയാണ് നമ്മുടെ തമ്പി. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ജിമ്മിയും എല്ലാം സെറ്റാക്കി അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു സംസാരത്തിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് വീട്ടിലെല്ലാവരും, അതായത് നമ്മുടെ സാന്ത്വനത്തിലെല്ലാവരും ഇവരെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് ഇവർക്കും ടെൻഷനായി, അവർ വരുവോ എന്നുള്ളൊരു ടെൻഷനോട് കൂടി ഇവരിങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേക്കും ദേവി പറഞ്ഞു ബാലനോട്, വേഗം ഫോൺ എടുത്ത് ഹരി ഒന്ന് വിളിച്ച് നോക്ക് ബാലേട്ടാ, എന്തായി എന്ന് അറിയാമല്ലോ. അപ്പോൾ അവിടുത്തെ ആ ഒരു ആഘോഷം കഴിഞ്ഞിട്ട് അവർ ഇറങ്ങാൻ നിൽക്കുകയാണെങ്കിലോ എന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും വേഗം തന്നെ ഫോൺ എടുത്ത് നമ്മുടെ ബാലൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ കുരുത്തം കൊണ്ട് കോള് കിട്ടിയില്ല. അപ്പോഴേക്കും ബാലനും ആകെ ഒരു വിഷമമായി, കോള് പോകുന്നില്ല, അവൻ എടുക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പേടിക്കൊന്നും വേണ്ട, വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് ഇനിയുണ്ടല്ലോ സമയം, അവർ വരും, നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുക. അങ്ങനെ അവരതും നോക്കിക്കൊണ്ട് അങ്ങനെ അവിടെ ഇരിക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ ജയന്തി അങ്ങോട്ടേക്ക് വന്ന് കയറുന്നത്. അപ്പോൾ ജയന്തി വന്നപ്പോഴത്തേക്കും ഇവരെല്ലാവരും ഇങ്ങനെ നിരാശയോട് കൂടി ഇരിക്കുകയല്ലേ. ആഹാ, ഇതെന്താ എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പോഴേക്കും അവിടെ ഡെക്കറേഷൻസൊക്കെ നമ്മുടെ അഞ്ജുവും ശിവനും കൂടെ കുറേയൊക്കെ ചെയ്തു. അങ്ങനെ അതെല്ലാം ചെയ്ത് കേക്കും അവിടെ സെറ്റാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇവർ വരുമ്പോഴത്തേക്കും കേക്ക് മുറിക്കാനൊക്കെ ആയിട്ട് അപ്പോഴാണ് ഈ ജയന്തി വന്ന് കയറുന്നത്. ആഹാ, ഇത് കൊള്ളാവല്ലോ, ഇവിടെ ഭയങ്കര സെറ്റപ്പിലൊക്കെയാണല്ലോ ചെയ്തേക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സെറ്റപ്പിലോ? എന്ത് സെറ്റപ്പിൽ? ഇവിടെ ഒരു സെറ്റപ്പിലും ചെയ്തിട്ടില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങളുടേതായ ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങളുടേതായ കാര്യത്തിനുള്ള ആഘോഷങ്ങളോ? പക്ഷെ കണ്ടിട്ട് അങ്ങനെ അല്ലല്ലോ തോന്നുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്ക് ഈ ജയന്തി പറയാം. എന്നിട്ട് ഇവർ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. എന്തായാലും നിങ്ങൾ ഇവിടെ ഈ ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് വെറുതെ ആകുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം തമ്പി സാറിൻ്റെ അവിടുത്തെ ആഘോഷം എന്ന് പറഞ്ഞാലേ നമ്മളൊന്നും വിചാരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല, അത്രയ്ക്ക് ഗംഭീരമായിരിക്കും. അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് വരാനേ ഹരിയും അപ്പവും മണ്ടനും മണ്ടിയൊന്നും അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഈ ജയന്തി. അങ്ങനെയൊന്നും അവിടെ ആഘോഷങ്ങളില്ലെന്നാണ് പറഞ്ഞത്, തമ്പി സാറിന് വയ്യാത്തത് കൊണ്ട്. അതുകൊണ്ട് ആ ഒരു രീതിയിലൊന്നും ജയന്തി ചേച്ചി ഞങ്ങളെ മൂപ്പിക്കാനായിട്ട് നോക്കണ്ടെന്ന് പറഞ്ഞു നമ്മുടെ അഞ്ജു. എൻ്റെ പൊന്നഞ്ജു, ഇത്രയൊക്കെ ആയിട്ടും തമ്പി സാറിൻ്റെ സ്വഭാവം എന്താ നിനക്കൊന്നും മനസ്സിലായിട്ടില്ലേ? തമ്പി സാറ് ആഘോഷങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയും, പക്ഷേ തമ്പി സാറ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങൾക്ക് ഇത്രയും നാളായിട്ടോ തമ്പിയുടെ സ്വഭാവം മനസ്സിലായിട്ടില്ലേ? പിന്നെ എന്തു പറയാനാ, പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനൊന്നും പറയുന്നില്ലേ. ഇനിയിപ്പോൾ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ജയന്തി ഏഷണി പറഞ്ഞതായി, ജയന്തി നുണ പറഞ്ഞതായി, അങ്ങനെ ജയന്തിക്ക് ഒത്തിരി കുറ്റങ്ങളെല്ലാവരും കണ്ടുപിടിക്കുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഇച്ചിരിയും കൂടെ ടെൻഷൻ കൂടി. കാരണം ജയന്തി പറഞ്ഞതിന് ഒരു സാധ്യതയുണ്ട്, അതുകൊണ്ട് അവരിങ്ങനെ ആകെ വല്ലാതെ ഇങ്ങനെ ഇരിക്കുവാണേ. എന്തായാലും ആ ഒരു ഇതിങ്ങനെ കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ നേരമായി എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുക, രാജേശ്വരി അപ്പച്ചി വരുന്നത് നോക്കി, ഏതാണ്ട് VIP വരുന്നത് പോലെ. അങ്ങനെ അപ്പച്ചി വരുന്നത് നോക്കി ഇവരിങ്ങനെ എല്ലാവരും ഇരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ
അംബിക വന്നിട്ട് പറഞ്ഞു, ചേച്ചി എന്താ ഇതുവരെയായിട്ടും വരാത്ത? ഇവർക്ക് ഇവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകേണ്ടതല്ലേ? ഇതെന്താ ഇത് തമ്പിയേട്ടാ? ഒരു കാര്യം ചെയ്യും, തമ്പിയേട്ടൻ ഒന്ന് ചേച്ചീനെ വിളിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ വിളിച്ചായിരുന്നു അംബികയെ, ചേച്ചി ഓൺ ദ വേ ആണെന്നാണ് പറഞ്ഞത്. നീ വെറുതെ ടെൻഷൻ ആവണ്ട, എല്ലാത്തിനും സമയമുണ്ടല്ലോ, പിന്നെന്താ എന്നും ചോദിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ഈ തമ്പി ഭയങ്കര കൂളായിട്ട് നിന്ന് സംസാരിക്കുന്നു. ഇതൊക്കെ കാണുന്തോറും ഹരിക്ക് ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല. ദേഷ്യം എന്നിട്ട് ഇങ്ങനെ കടിച്ചു പിടിച്ചങ്ങനെ അവിടെ നിൽക്കുക, അപ്പു ഈ പറയുന്നത് കൊണ്ട് മാത്രം. അങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെ അവിടെ നടക്കുന്നു. ഇത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ മഹാറാണി വന്നു. പുള്ളിക്കാരി വന്നപ്പോൾ വാതിൽ, അതായത് വണ്ടിയുടെ ഡോറൊക്കെ തുറന്നു കൊടുക്കാനായിട്ട് പരിവാരങ്ങളോട് കൂടിയൊക്കെ ഭയങ്കര സെറ്റപ്പിലൊക്കെയാണ്. അങ്ങനെ പുള്ളിക്കാരി വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി വന്നു എന്നും പറഞ്ഞുകൊണ്ട് ആങ്ങളെ തുള്ളി ചാടിക്കൊണ്ട് ചെല്ലുന്നു. അങ്ങനെ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് വലിയ സ്നേഹത്തോടെ ആങ്ങളെ ചെന്ന് ചേച്ചിയെ കെട്ടിപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുവരുമ്പോൾ, ഞാൻ താമസിച്ചില്ലല്ലോ തമ്പി? ഇല്ല ചേച്ചി, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചേച്ചി കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ടെന്ന് തമ്പി. എന്നിട്ട് ഇവർ വലിയ സന്തോഷമായിട്ട് അകത്തേക്ക് കയറി ചെന്നപ്പോഴാണ് ഈ കൊച്ചിൻ്റെ ഫോട്ടോയും മറ്റും ഇതൊക്കെ കാണുന്നത്. അപ്പോൾ കുഞ്ഞുണ്ടായതിന് ശേഷം കണ്ടിട്ടില്ലല്ലോ, പുള്ളിക്കാരി കൊല്ലാൻ നടന്ന കൊച്ചല്ലേ അത്. അപ്പോൾ പിന്നെ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണല്ലേ ദേവൂട്ടി എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ഈ പുള്ളിക്കാരി അകത്തേക്ക് കയറി ചെന്നപ്പോൾ ദേവൂട്ടിയെ കണ്ടു. എല്ലാവരും ഇങ്ങനെ പുള്ളിക്കാരിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഇതെന്താ കേക്കൊന്നും മുറിച്ചില്ലേ? എല്ലാവരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു എന്ന് ചോദിച്ചു. അതെ, ചേച്ചി വരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അത് മാറ്റി ചെയ്യുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഇത്രയും നേരം വെയിറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ സമയം ഒട്ടും കളയണ്ട, എന്നാൽ കേക്ക് മുറിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അംബിക ഇങ്ങനെ പറയുമ്പം, നിൽക്കംബികേ, ചേച്ചി ഇങ്ങ് വന്ന് കയറിയതല്ലേ ഉള്ളൂ, നീ ഇങ്ങനെ ധൃതി പിടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. ഡാഡി, സമയം പോയിക്കൊണ്ടിരിക്കുക ഡാഡി, പ്ലീസ് ഡാഡി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അപ്പു ഇങ്ങനെ പറഞ്ഞു. ശരി, ഇനിയിപ്പം സമയം കളയുന്നില്ല, അതുകൊണ്ട് നമുക്ക് കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അപ്പുവും ഇവരെല്ലാവരും പറഞ്ഞതനുസരിച്ച് തമ്പി കേക്ക് മുറിക്കാൻ തയ്യാറായി. എന്നിട്ട് കൊച്ചിനെ വിളിച്ച് അടുത്ത് നിർത്തി. അപ്പോഴും അപ്പു ഹരി ഇങ്ങനെ മാറി നിൽക്കുന്നു. തമ്പിയും അംബികയും കൂടിയാണ് കുഞ്ഞിൻ്റെ കയ്യിലൊക്കെ പിടിച്ച് കേക്ക് മുറിപ്പിക്കുന്നത്. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്തു. അപ്പോഴും ഈ പാവങ്ങൾ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കട്ടെ ഇവർ വരുന്നത്. അങ്ങനെ കേക്കൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ ആയി. എല്ലാവരും നല്ല ഭംഗിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അങ്ങനെ ആ ഒരു സംഭവങ്ങൾ അമരാവതിയിൽ ഇങ്ങനെ നടക്കുന്നു. ഇതേ സമയത്തുണ്ടല്ലോ അവിടെ നമ്മുടെ അഞ്ജുവും അതുപോലെ ദേവിയും കൂടെ അടുക്കളയിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഈ ജയന്തി അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഇവരോട് കുത്തും കോളും വെച്ച് ഇങ്ങനെ അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുക. അങ്ങനെ സംസാരിച്ച് ഇത് നോക്കിക്കേ, അമരാവതിയിലെ ആഘോഷത്തിൻ്റെ വീഡിയോയൊക്കെ നിങ്ങൾക്കാർക്കും വന്നില്ലല്ലോ, എനിക്ക് വന്നെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ കാണിച്ചും കൂടെ കൊടുക്കുന്നു. അപ്പോഴേക്കും രണ്ടുപേർക്കും ആകാംക്ഷ ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തുകൊണ്ടാണോ ഇനിയിപ്പോൾ ഇവർ വരാത്തതെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ആകാംക്ഷയോട് കൂടി രണ്ടുപേരും ഓടിപ്പിടിച്ച് വന്ന് നോക്കിയപ്പോൾ എന്താ, ഭയങ്കര സെറ്റപ്പിൽ ഭയങ്കരമായൊരാഘോഷം. അങ്ങനെ ആ അപ്പോൾ ഈ തമ്പി പറഞ്ഞത് നുണയാണെന്ന് ഇവർക്കെല്ലാവർക്കും മനസ്സിലായി. എന്തായാലും പാവം നമ്മുടെ ഹരിയെ പെടുത്തിയതാണെന്ന് ഇവർക്ക് മനസ്സിലായി. അന്നേരം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ദേവി, തമ്പി സാറ് ചില്ലറ കളിയൊന്നും അല്ലായിരിക്കും കളിക്കുന്നതെന്ന്. ഇത് കണ്ടില്ലേ, ഇത് കണ്ടിട്ടാണോ അവിടെ വലിയ ആഘോഷമൊന്നും ഇല്ലയെന്ന് ദേവി പറയുന്നത്? ഇനിയിപ്പോൾ ദേവി അത് പറയത്തില്ലല്ലോ. നോക്കിക്കേ, ഇത് അവരും മനഃപൂർവ്വം നിങ്ങൾക്കിട്ട് പണി തന്നത് തന്നെയാണ്. ദേവൂട്ടിയുടെ പിറന്നാൾ ഇപ്രാവശ്യം ഇവിടെ ആഘോഷിക്കണ്ട എന്ന് അവരങ്ങ് തീരുമാനിച്ചതാണെന്ന് പറഞ്ഞു. ഇതിനകത്ത് അപ്പൂനും ഹരിക്കും ഒക്കെ പങ്കുണ്ടാവും, അവർ മനഃപൂർവ്വം നിങ്ങളെ പറ്റിച്ചതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അപ്പൂവിന് പങ്കുണ്ടെങ്കിൽ പോലും ഹരിക്ക് പങ്കുണ്ടാവില്ല എന്ന് ഇവർക്കറിയാം. എന്നിട്ട് ഇവരിങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ എന്നാത്തിനാ ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കുന്നത്? അവരിന്നത്തെ ദിവസമൊന്നും ഇങ്ങോട്ട് വരാൻ പോണില്ല. അവർ അവിടുത്തെ ആഘോഷങ്ങൾ അടിച്ചു പൊളിച്ച് അവിടുത്തെ ഇതെല്ലാം കണ്ട് കണ്ണ് മഞ്ഞളിച്ചിരിക്കുക. അതുകൊണ്ട് അവരിങ്ങോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും നിങ്ങൾക്ക് ആർക്കും വേണ്ട. അതുകൊണ്ടുള്ള ചോറും കഞ്ഞിയും കഴിച്ച് ഇവിടെ കിടക്കാൻ നോക്കാൻ പറഞ്ഞു ഈ പറയണം ജയന്തി. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അഞ്ജുവും അതുപോലെ ദേവിയും കൂടെ നേരെ ബാലൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ബാലനോട് കാര്യം പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പം അങ്ങനെ മനഃപൂർവ്വം ഇന്നത്തെ ദിവസം അവരെ ഇങ്ങോട്ട് വിടാതിരിക്കാനുള്ള കളികൾ വല്ലതുമാണ് തമ്പി കളിക്കുന്നതെങ്കിൽ തമ്പിയുടെ അവസാനത്തെ കളിയാണതെന്ന് തമ്പിയെ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി തമ്പി അങ്ങനെ ചുമ്മാ കയറൂരി വിടാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് തന്നെ ബാലൻ ഇങ്ങനെ പറയുക. കളികളൊക്കെ ഇനി തിരിച്ച് കളിക്കാനും ഇവിടെയുള്ളവർക്ക് അറിയാവുന്ന. അങ്ങനെ നമ്മുടെ ബാലന് ഭയങ്കരമായിട്ട് ദേഷ്യമായിപ്പോയി തമ്പി ഈ കാണിച്ചത്. ഒരുമാതിരി നെറുകേടല്ലേ കാണിച്ചത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുക കേട്ടോ ആകെ. ഈ സമയം തമ്പി പറഞ്ഞതുപോലെ തന്നെ
അയാൾ നമ്മുടെ ഹരിയെ വിളിച്ച് മുകളിലോട്ട് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഹരിക്ക് ഇങ്ങനെ മദ്യം ഒഴിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ മദ്യം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ പറയുവാണ്, എന്നാലും ഹരിയുടെ കപ്പാസിറ്റി ഞാൻ സമ്മതിച്ചു കേട്ടോ, ഒരു 3 ലാർജ് അകത്താക്കിയിട്ട് നിൽക്കുന്ന, എന്നിട്ട് എന്തെങ്കിലും ഒരു കൂസലുണ്ടോ എന്ന് നോക്കിക്കേ, ഇപ്പോഴും എന്താ സ്റ്റാമിന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരിയെ ഇങ്ങനെ പുകഴ്ത്തി വിടും. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഹരിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ഹരി അതൊക്കെ കേട്ടിങ്ങനെ ആസ്വദിച്ചിങ്ങനെ നിൽക്കുക. ആ സമയത്താണ് അപ്പു അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അപ്പുവിന് ഇത് കണ്ടപ്പോഴത്തേക്കും ദേഷ്യം വന്നു. അപ്പു ചൂടായി കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് തമ്പി വന്നു, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും അടിയോ മോളോട് പറയുക, വല്ലപ്പോഴും ഒക്കെ അല്ലേ ഉള്ളൂ മോളൂ, ഇന്നൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ, നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ അപ്പു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപ്പുവിനോട് ഡാഡി പറയുന്നു. എന്തായാലും അവരെ ചതിച്ച്, അതായത് ഹരിയെ കുടിപ്പിച്ച് അമരാവതിയിൽ കിടത്തി സാന്ത്വനത്തിലെ ആ ഒരു പ്രതീക്ഷകളും അല്ലെങ്കിൽ ആ ഒരു ആഘോഷങ്ങളും എല്ലാം വെള്ളത്തിലാക്കാൻ നോക്കുന്ന തമ്പിയെ വലിച്ചു കയറാനായിട്ട് നമ്മുടെ ബാലൻ സാന്ത്വനത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, സത്യങ്ങളൊക്കെ മനസ്സിലാക്കി. തമ്പി എന്ന ചെകുത്താൻ്റെ അവസാനമാണ്, അതിന് യാതൊരു സംശയമില്ല. എന്തായാലും അങ്ങനെ അവനെ വെറുതെ വിടാനായിട്ട് നമ്മുടെ ബാലനോ ഹരിയോ അല്ലെങ്കിൽ ശിവനോ ഇതൊന്നും തീരുമാനിച്ചിട്ടുമില്ല. അപ്പോൾ പിറന്നാൾ ആഘോഷിക്കുന്ന വീടൊരു യുദ്ധക്കളമാക്കി തന്നെ മാറും. അപ്പോൾ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് കഥകളുമായിട്ട് നമുക്ക് കാണാം. എന്തായാലും ക്ലൈമാക്സ് എപ്പിസോഡിലേക്ക് അടുക്കുമ്പോൾ എല്ലാം നല്ല ഗംഭീരമായിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതിരുന്ന് കാണണം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ.